ഗാനമേളയുടെ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ, അതും പ്രേമഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത്? ഒന്നും ആലോചിച്ചില്ല. നുണ. നീ ആലോചിച്ചത് ഈ പാടനെല്ലാം എന്നെ ഉണ്ണിയേട്ടനെ പറ്റിയാണല്ലോന്നാ. കോകില ഇണയെ വിളിക്കുന്നു പാടുമ്പോ ഈ ഉണ്ണിക്കോകിലം ഇങ്ങ് പടിഞ്ഞാറ് എരഞ്ഞിക്കലിരിക്കുന്ന നളിനി കോകിലത്തിനെ വിളിക്കുന്നു. ആ പാട്ടില് രണ്ടുപേരെയെ നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, തന്നെ തന്നെ പറഞ്ഞാ മതി. മണ്ടൂസ്. ഇതാണ്. ഇണയോ വിളി കേൾക്കുന്നില്ല, അനുപല്ലവി പാടുന്നില്ല. നമ്മുടെ കഥ ഇതല്ലല്ലോ. നമ്മൾ രണ്ടിലൊരാൾ ആരും മറ്റേയാളെ എപ്പോ വിളിച്ചാലും ആടാനല്ല, പാടാനല്ല, മരിക്കാനായാലും തയ്യാറല്ലേ? അത് പിന്നെന്താ? ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിയിട്ട് ഞാൻ സത്യം ചെയ്യാം, എന്റെ ഉണ്ണിയേട്ടൻ പറഞ്ഞ എന്ത് ചെയ്യാനും എന്ത് സാഹസം കാട്ടാനും ഞാൻ തയ്യാറാ. ഗുഡ് മോർണിംഗ്. അഭിവാദ്യം ചെയ്താൽ തിരിച്ച് അഭിവാദ്യം ചെയ്യാന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. എന്താ ഗോപ, എന്ത് പറഞ്ഞു നീ? ഒന്നുമില്ല ആന്റി, ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു. അതൊരു പന്തിയില്ലാതെ പോക്കാണല്ലോ ആന്റി. തല ഒഴിഞ്ഞു തന്നേക്കാം, എന്താച്ചാ ചെയ്തോന്നുള്ള മട്ടില്. അവൾക്ക് നമ്മുടെ അടുത്ത് വല്ല സംശയം ഉണ്ടോ? എനിക്കെന്താന്ന് അറിഞ്ഞില്ലേ? അവള് സംശയിച്ച അവളുടെ ചക്കാത്തിലല്ലേ ഞാനിവിടെ കഴിയണത്. ആദ്യം വന്ന ക്ഷീണം ഒന്ന് മാറട്ടെ, അതിനിടയിൽ ഞാൻ കുടിക്കാൻ എടുക്കാം. കുടിക്കാൻ മാത്രം പോരാ, കടിക്കാനും വേണം. ഈ സ്വന്തം ബന്ധമെന്നെല്ലാം പറയണത് വെറുതെ. എനിക്ക് അവൻ ആദ്യം കണ്ടപ്പോഴേ അറിയാം. ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ആന്റി വിളി. എന്തെല്ലാം കാണണം എന്റെ ഈശ്വര. ഞാൻ എഴുത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടുന്ന് എവിടെയും പോവില്ല. രണ്ടിനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുമായിരുന്നു. എനിക്ക് വയ്യ സുമിത്ര ഒന്നിനും. ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും എനിക്കിപ്പോഴും എന്റെ അമ്മയുടെ മണമുണ്ടെന്ന. അവിടെ ഇപ്പൊ കണ്ണി കണ്ട ജന്തുക്കളെല്ലാം കയറി തോന്നിയമാര് നടക്കുന്നത്. തരുണീമണികൾ അമ്പലത്തിൽ നിന്നായിരിക്കും. നിന്റെ കണ്ണീന്ന് ഇന്നോളം ഒഴുകിയ കണ്ണീരുണ്ടായിരുന്നെങ്കിൽ സഹാറ മരുഭൂമി ഒരു പുഞ്ചനിലാക്കായിരുന്നു. ആട്ടെ, എന്താ ഇപ്പൊ പുതിയ കഥ, കണ്ണീർ കഥ? അതിനു മുമ്പ് ഒരു ചോദ്യം. രണ്ടാളും കഥ, കവിത, നാടകം എല്ലാം പറഞ്ഞു തീർക്കുന്നവരേലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാവോ അതോ പോണോ? ഒന്നു പെങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാ. ഓ ദിവസവും നീ ഇങ്ങനെ അമ്പലത്തിൽ പോയി പറയാനുള്ളത് മുഴുവൻ കരഞ്ഞു പറഞ്ഞു തീർക്കണ്ടല്ലോ. എന്നിട്ടെന്താ ദൈവങ്ങൾ നിന്റെ മേലെ പ്രസാദിക്കാത്തത്? ചിലപ്പോ നിന്റെ അപേക്ഷകളൊന്നും അങ്ങ് എത്തുന്നില്ലെന്നുണ്ടോ? ദേവലോകത്തെ പോസ്റ്റൽ സർവീസ് പണിമുടക്കോ മറ്റോ? ദൈവങ്ങളെ പരിഹസിച്ചാൽ മേൽഗതി ഉണ്ടാവില്ല. ഓ, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. തളിയിലമ്പലത്തിൽ തുലാഭാരം നേർന്നിട്ടാ ഉണ്ണിയേട്ടുണ്ടായത്, അത് മറക്കണ്ട. അപ്പോ കുട്ടികളുണ്ടാവുന്നത് തുലാഭാരം നേർന്നിട്ടാ? വേണ്ട ഉണ്ണിയേട്ടാ, ഞാൻ ഈ കളിക്ക് നിൽക്കില്ല. ദൈവദോഷം പറയണ്ട. ഉണ്ണിയേട്ടന് ഉറക്കം വരില്ലെന്ന് വെച്ചാ ഞാൻ പോവാ. പിണങ്ങിയോ? എനിക്കുണ്ട് മോളെ ഭക്തിയൊക്കെ. നിന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ചിരിച്ചേ, നിന്റെ അപൂർവ ചിരികളിലൊന്ന് മനസ്സ് തുറന്ന്. ഏയ്, അവിടെ നിൽക്ക്. ഈ ചന്ദനക്കുറി ആര് തൊട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണ്ടേ? എന്റെ പേരറിയില്ലേ? നളിനിന്ന്, എരഞ്ഞിക്കലെ നളിനിന്ന്. എന്നാ ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ പോവാ. ഈ ചന്ദനക്കുറി തൊട്ട്
ഇത് ഈ കുട്ടനായരുടെ കൊക്കിലിടങ്ങണ കാര്യമായതുകൊണ്ടാ ഒത്തു വന്നത്. ഉണ്ണിയുടെ കാര്യത്തിന് ഇതിലും വലിയ ഇടങ്ങളിൽ പിടിപാടുണ്ടാവണം. ചുറ്റണേന്റെ ഇടയിൽ കിട്ടണ ന്യൂസുകൾ കൊണ്ട് തരാനേ കുട്ടനായരെ കൊണ്ടുവയ്ക്കൂ. ഇതാച്ചാ ആ ഇതാ ഇതാ ഇത് കുട്ടനാരും വെച്ചോളൂ. കടലാസുകളെല്ലാം നള്ളിയുടെ പേർക്ക് നയിക്കാൻ ഏർപ്പാട് ചെയ്തോളൂ. സ്വന്തം കൈകൊണ്ട് തന്നെ വാങ്ങി സന്തോഷമായിട്ട് ഉറങ്ങിക്കോട്ടെ. എന്തിനാ ആ ഗൗതമനെ കൊന്നത്? തനി പൈങ്കിളി സ്റ്റൈലായി പോയി. ഞാൻ കരുതിയത് അവസാനം ഗൗതമനെയും മൈഥിലിനെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നായിരുന്നു. അതിന്റെ അർത്ഥം വേണ്ടത്ര പാകം വരാത്തൊരു മനസ്സാ ഇപ്പോഴും നിന്റെ എന്നാ. ഓ പിന്നെ മനുഷ്യരെ കൊല്ലുന്നതാണപ്പോ പക്വതയുടെ ലക്ഷണം എന്നായിരിക്കും. അത് ചിലപ്പോ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. അതെന്താ? അത് എന്റെ മണ്ടക്കകത്ത് എന്താ കളിമണ്ണ എന്നാ ഉണ്ണിയേട്ടൻ കരുതിയത്? അല്ലേ, തനി ചേറ് തന്നെയാണേ. ഒരൊറ്റ കുത്തുവെച്ച ഏയ് നിക്ക്, ഞാനും വരട്ടെ അങ്ങോട്ട്. ചോദിച്ചതിനുള്ള മറുപടി കേട്ടോളൂ. ജീവിതത്തിന്റെ ശാശ്വതമായ സത്യം ദുഃഖമാണെന്ന എന്റെ കൺസെപ്റ്റ്. ദുഃഖത്തിന്റെ ഉലയിൽ വെച്ച് ഊതി സ്ഫുടം ചെയ്തെടുത്താലേ മനുഷ്യന്റെ സത്തയ്ക്ക് ഔദിത്യം ഉണ്ടാവുള്ളൂ, തേജസ് ഉണ്ടാവുള്ളൂ, ജ്വലിച്ച് വെളിച്ചം വരത്തുള്ളൂ. ഗൗതമൻ മരിച്ചതിന് ശേഷം വെള്ളയെടുത്ത് പൊട്ടും പൊന്നൊന്നും ഇല്ലാതെ ഉറഞ്ഞുകൂടിയ ദുഃഖം മാതിരി നിൽക്കുന്ന മൈഥിലിയെ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ജീവിച്ചിരുന്ന ഗൗതമനോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനും പ്രേമത്തിനും പാതി പകട്ടേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാം നിനക്ക്? അതിൽ സ്വാർത്ഥതയുടെ അംശം ഉണ്ടാവാന്നുള്ളത് തന്നെ. എന്നാൽ മരിച്ചു മണ്ണോട് ചേർന്ന ഗൗതമനോട് കൂറ് കാട്ടിയിട്ട് നീതി പുലർത്തിയിട്ട് മൈഥിലിക്ക് എന്ത് സ്വാർത്ഥം നേടാനാവും? ഗീതയിൽ പറയണ പോലെ ലാഭേച്ഛ കൂടാത്ത കർമ്മം, അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടില്ല എന്നറിഞ്ഞുള്ള പ്രേമം. അവിടാണ് മോളെ പ്രേമമാവുന്നത്, ഉദാത്തമാവുന്നത്. എന്താ എനിക്ക് ഉദ്യോഗം ചമഞ്ഞ് നടന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു കണ്ടിട്ടാ? പാട്ട് കുടുംബത്തിന് നിരക്കാത്തൊരു ഭ്രാന്തും പിത്തലാട്ടും. ഊർജ്ജശ്വാസം വലിക്കാൻ നേരത്ത് സന്തതിക്ക് പഠിപ്പിച്ചു വെച്ചിട്ട് പോയൊരു പറയണില്ല ഞാനൊന്നും. നന്നായി വരൂ. കൊട്ടക്കണക്കിനാ വാങ്ങി കൂട്ടുന്ന അനുഗ്രഹം. ടീച്ചറേ, എന്റെ അനുഗ്രഹം വാങ്ങാതെ പോയാ
പാട്ട് ശരിയല്ല കേട്ടോ, പിള്ളേര് ടീച്ചറെ കൂവും. ആ ആദ്യം തന്നെ ജോലിക്ക് പോകുമ്പോ ഈ സ്കൂട്ടറിലാ പോണേ. വഴിയിലിറങ്ങി തള്ളേണ്ടി വന്നാ ശകുനക്കേടാവും. നീ പണി ഫുൾ കണ്ടീഷനാ കണ്ടോ. വൈകിട്ട് എനിക്ക് വരാൻ പറ്റില്ല. 4 മണിയുടെ ബിജുമോൻ വന്നു. ആ ഒരു കാര്യം, ടീച്ചർ ഇപ്പൊ വന്നതിന്റെ വണ്ടിക്കൂലി തന്നില്ല. കണക്കിൽ എഴുതിക്കോളൂ. വരാത്ത ദിവസവും കഴിച്ച് ബാക്കി മാസാവസാനം ഒന്നിച്ചു തരാം. അതുവരെയും കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നടുത്തൊടിയിൽ രാഘവൻ നായരങ്ങനോട് പറഞ്ഞാ മതി. എന്റെ അമ്മാനാ. സകല ദൈവങ്ങൾക്ക് സ്തുതി. ഈ മുഖപ്രസാദം നീളാൽ നിലനിൽക്കട്ടെ. ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ സാ നിധ നിധ പദ പമ പാപ സാ നിധ നിധ പദ പമ പാപ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ ഗമ പദ നിധ പമ ഗമ പഗ മഗരി സ. കല്യാണമ്പലത്തിന്റെ മഹിമകളെക്കുറിച്ച് തലമുറ തലമുറകളായി പകർന്നു കിട്ടിയ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ വെളിച്ചം, ആ വെളിച്ചത്തിൽ പരസ്പരം പുൽകാതെ പുൽകിയും മുകരാതെ മുകർന്നു നിന്ന് ഈ ഞാൻ ഇവളെയും ഈ ഇവൾ എന്നെയും സ്വന്തമാക്കുന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാര മുഹൂർത്തം. എനിക്ക് സാക്ഷി ലാളിച്ചു കൊതി തീരാതെ സ്വർഗം പോകിയ അച്ഛൻ അമ്മ. എനിക്ക് സാക്ഷി അന്തരംഗത്തിൽ ഈ നിമിഷം എരിഞ്ഞു നിൽക്കും 1000 മൺചിരാതുകളും. ശരിക്കും പറഞ്ഞ കഴിഞ്ഞ രാത്രിയിൽ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇത്. കണ്ണെത്താത്ത അത്രയും ദൂരത്തില് മണൽ തിട്ടാന്നോ മേഘങ്ങളാന്നോ എന്തോ. ഒരു ഭാഗത്തുനിന്ന് ഞാനും അപ്പുറത്തുനിന്ന് നീയും. ചിറകൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്, എന്നാലും പറക്കായിരുന്നു എന്നുള്ളൊരു പ്രതീതി. ചിലപ്പോ ഈ ജന്മത്തിൽ ഈ നിമിഷം ഇവിടെ കണ്ടുമുട്ടാൻ യുഗങ്ങളിൽ കൂടെയുള്ള നമ്മുടെ യാത്രയായിരിക്കണം അത് സൂചിപ്പിച്ചത്. നോക്കിയപ്പോ ആദ്യം ഒന്നും മനസ്സിലായില്ല എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. പിന്നെ പതുക്കെ വ്യക്തമായി. കല്യാണമ്പലത്തിന് മുമ്പിലായിരുന്നു നമ്മൾ രണ്ടും. കല്യാണമ്പലത്തിൽ മാല മാറ്റിയവർക്ക് ദീർഘായുസ് ഉണ്ടാവത്രേ. ഉണർന്നെണീറ്റപ്പോ എനിക്ക് തോന്നി ഇങ്ങനൊരു കല്യാണം നാട്ടുകാരും വീട്ടുകാരും ഇല്ലാതെ 8 ദിക്കുകളും ഭൂമിയും മാനവും മാത്രം തുണിയായി നടത്തിയാലോ എന്ന്. നടത്തി.